കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കകത്ത് എന്തെല്ലാം വിവാദങ്ങളിലാണ് എം.ആർ. അജിത് കുമാർ പെട്ടുപോയിട്ടുള്ളത്. ഇപ്പൊ ബി.ജെ.പി. നേതാവായിട്ടുള്ള ദത്താത്രേയ ഹൊസബളയുമായിട്ടുള്ള കൂടിക്കാഴ്ച മുതൽ ഇങ്ങോട്ട് തുടങ്ങി 2024 തൃശൂരിലെ പൂരം കലക്കൽ, അതുപോലെ തന്നെ ആഡംബര വീട് നിർമ്മാണം, അനധികൃത സ്വത്ത് സമ്പാദനം, അതുപോലെ തന്നെ സ്വർണം പൊട്ടിക്കൽ തുടങ്ങി ഏറ്റവും അവസാനം ശബരിമലയിലേക്കുള്ള ട്രാക്ടർ യാത്ര വരെ പല തരത്തിലുള്ള വിവാദങ്ങളിൽ എം.ആർ. അജിത് കുമാർ പെട്ടുപോയിട്ടുണ്ട്. എന്നാൽ ആ വിവാദങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്ന സമീപനമൊന്നും സംസ്ഥാന സർക്കാർ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോഴൊക്കെ അദ്ദേഹത്തിനെതിരായിട്ട് അന്വേഷണവും നടന്നിട്ടുണ്ട്. പക്ഷേ കൗതുകകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അന്വേഷണമെല്ലാം അവസാനിക്കുക അജിത് കുമാറിന് അനുകൂലമായിട്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി അജിത് കുമാറിനെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായാലോ ആ റിപ്പോർട്ട് പുനഃപരിശോധനയ്ക്ക് വിടും. അതാണിപ്പോൾ അവസാനം വിവാദമായിരിക്കുന്നത്. പൂരം കലക്കലിൽ ഗുരുതരമായ കൃത്യവിലോപം അജിത് കുമാർ നടത്തിയിട്ടുണ്ട് എന്നാണ് മുൻ DGP-യുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. അതിനനുസരിച്ച് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ദർവേസ് സാഹിബ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇപ്പോൾ തിരിച്ചയച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. നോക്കൂ, 2024 പൂരം കലക്കൽ എന്ന് പറയുന്ന ഒരു ചെറിയ വിവാദമാണോ? ആ വിവാദം ആരാണ് ഏറ്റവും ശക്തമായി ഉന്നയിച്ചിട്ടുള്ളത്? അത് പ്രതിപക്ഷത്തെക്കാൾ ശക്തമായി ഉന്നയിക്കുന്നത് CPI എന്ന് പറയുന്ന ഭരണമുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയാണ്. അവരുടെ സ്ഥാനാർത്ഥിയാണ് പൂരം കലക്കലിനെ തുടർന്ന് അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയത്. ഈ പൂരം കലക്കൽ തന്റെ തോൽവിക്ക് ഒരു പ്രധാനപ്പെട്ട കാരണമാണെന്ന് സുനിൽകുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ ശക്തമായ പ്രതിഷേധം ഭരണമുന്നണിയിൽ നിന്ന് തന്നെ അജിത് കുമാറിന് ഉണ്ടായിട്ടുണ്ട്. ആ അജിത് കുമാറിനെതിരായിട്ടൊരു നടപടിയെടുക്കാൻ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തത്? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അജിത് കുമാർ ഉണ്ടാക്കിയ ഈ പൂരം കലക്കൽ പ്രശ്നമുണ്ടല്ലോ, ആ പൂരം കലക്കൽ പ്രശ്നത്തിന് രാഷ്ട്രീയമായി മറുപടി പറയാൻ ബാധ്യതപ്പെട്ട ഒരു പാർട്ടി കൂടിയാണ് CPM എന്നെ. CPM-നെതിരായിട്ട് വന്നിരിക്കുന്ന ശക്തമായ ആരോപണം എന്താണ്? ശക്തമായ ഒരു അന്തർധാര CPM-നും BJP-ക്കും ഇടയിൽ ഉണ്ട് എന്നാണ്. BJP അവിടെ വിജയിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിനകത്ത് CPM ഒരു റോൾ വഹിച്ചിട്ടുണ്ട്. എം.ആർ. അജിത് കുമാർ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGP ആയിട്ട് നിൽക്കുമ്പോഴാണ് BJP-യുടെ ഒരു സമുന്നത നേതാവിനെ രഹസ്യമായി പോയി കണ്ടത്. അത് സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോഴും അജിത്തിനെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. ആ പൂരം കലക്കൽ വിവാദത്തിന്റെ പ്രത്യേക യഥാർത്ഥ പ്രതി എന്ന് പറയുന്നത് എം.ആർ. അജിത് കുമാർ ആണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗുരുതരമായ കൃത്യവിലോപമാണ് ഇത്തരത്തിൽ പൂരം കലങ്ങാനൊരു സാഹചര്യം ഉണ്ടാക്കിയതെന്ന് പറയുന്നത് CPI ആണെന്നേ. അപ്പോ അങ്ങനെ ഒരു രാഷ്ട്രീയ വിവാദം കൂടി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ നിശബ്ദത പാലിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തെ അക്കാര്യത്തിൽ നടപടിയെടുക്കണം അദ്ദേഹത്തിനെതിരായിട്ട് എന്നുള്ള റിപ്പോർട്ട് മാറ്റിവെക്കുന്നു. അഥവാ അത് തിരിച്ചയച്ചിട്ട് ഒരു അനുകൂല റിപ്പോർട്ട് സമ്പാദിക്കാനായിട്ട് സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളത്. ഈ കഴിഞ്ഞ ആഴ്ച എന്താ സംഭവം ഉണ്ടായിട്ടുള്ളത്? അദ്ദേഹത്തിനെതിരെ ശക്തമായ ഒരു ആരോപണമുണ്ട്. എന്താണ്? അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളതാണ്. ആ സ്വത്ത് സമ്പാദനവുമായിട്ട് ബന്ധപ്പെട്ടും സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. അത് വിജിലൻസ് ആണ് അന്വേഷിച്ചത്. ആ വിജിലൻസ് അന്വേഷിച്ചിട്ട് ഒരു റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയുണ്ടായി. ആ റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ സർക്കാർ നൽകിയില്ല കേട്ടോ. അവസാനം ഗതികെട്ട് വിജിലൻസ് കോടതി ആ റിപ്പോർട്ട് വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. എന്നിട്ട് അതിശക്തമായ വിമർശനങ്ങളാണ് ആ റിപ്പോർട്ടിന് മേൽ വിജിലൻസ് കോടതി നടത്തിയിട്ടുള്ളത്. ആ റിപ്പോർട്ട് വിളിച്ചു വരുത്തിയിട്ട് കോടതി ചോദിച്ചൊരു കാര്യം എന്താണെന്നറിയാവോ? ഇവിടെ അജിത് കുമാർ സംരക്ഷിക്കുന്ന ആരാണ്? ഈ അദൃശ്യ ശക്തി എന്നാണ്. വിജിലൻസ് എന്ന് പറയുന്നത് കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ്. അങ്ങനെ വിജിലൻസ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അറിയാതെ ആ വകുപ്പിന്